ഷിരൂരിൽ 4ാം ഘട്ട ദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. തെരച്ചിലിൽ ടയറിന്റെ ഭാഗങ്ങൾ കണ്ടുവെന്ന് ഈശ്വർ മാൽപേ വ്യക്തമാക്കി. ഈശ്വർ മാൽപേ, നദിക്കടിയിൽ തെരച്ചിൽ തുടരുകയാണ്. AK അഭിലാഷുണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ ട്രക്കിനെക്കുറിച്ച് സൂചന ലഭിക്കുന്നു എന്നുള്ള പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ പുറത്തു വരികയാണല്ലോ. എന്താണ് ഇപ്പോൾ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം? സ്മൃതി, വളരെ കൃത്യമായ ആധികാരികമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ പുഴയ്ക്ക് അടിയിൽ ഏതാണ്ട് 15 അടിയോളം അകലത്തിലായി ഒരു ട്രക്കിന്റെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ആ ടയർ തലകീഴായി കിടക്കുന്ന രീതിയിലാണ് ട്രക്കിന്റെ ഭാഗങ്ങളുള്ളത്. അതായത് ടയർ മുകൾ ഭാഗത്തേക്ക് നിൽക്കുന്നു, ആക്സിലടക്കം മുകൾ ഭാഗത്തുണ്ട്. പക്ഷേ ട്രക്ക് തല കീഴായി കിടക്കുന്നു എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ പറഞ്ഞത്. പക്ഷേ ഇതിലൊരു കാര്യം, ഏത് ട്രക്കാണ് എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം 2 ട്രക്കുകളോളം ഈ പുഴയുടെ അടിഭാഗത്ത് കിടക്കുന്നുണ്ട്. അതിൽ ഒരു ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. AK അഷ്റഫ് അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപേ അടക്കമുള്ള ആളുകൾ ഈ ഭാഗത്തുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ട്രക്ക് കണ്ടെത്തി, അത് ഏത് ട്രക്കാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഭാരത് ബെൻസ് ആണോ, അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ആണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ മാർക്ക് ചെയ്തിരുന്ന കോൺടാക്ട് പോയിന്റ് 1, 2, 3, 4, അതോടൊപ്പം തന്നെ നാവികസേന മാർക്ക് ചെയ്തിരുന്ന 1, 2 ഇത്തരം പോയിന്റുകളിൽ നിന്നൊക്കെ ദൂരെയായിട്ടാണ് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നാവികസേന മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് 1-ൽ നിന്ന് ഏതാണ്ട് കോൺടാക്ട് പോയിന്റ് 4 അതിനിടയിലുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നേരത്തെ നടത്തിയ പരിശോധനയിൽ അർജുൻ്റെ ട്രക്കിൻ്റെ നിന്ന് തെറിച്ചുപോയ മരക്കഷ്ണങ്ങളടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിനും താഴ്ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ട്രക്കിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ട്രക്ക് തല കീഴായി കിടക്കുന്ന രീതിയിലാണ് ഉള്ളത് എന്നാണ് ഈശ്വർ മാൽപേ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പുഴയിൽ നിന്ന് പുറത്തേക്ക് കയറി വന്നിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്ന് പറയുമ്പോൾ അർജുന്റെ ട്രക്കാണോ എന്നുള്ള സംശയമാണല്ലോ ഇപ്പോൾ ഉയരുന്നത്. വേറെയും ഒരു വാഹനം കൂടി അന്ന് കാണാതായിരുന്നു. അത് ഒരു ട്രക്ക് തന്നെ ആയിരുന്നോ? തീർച്ചയായിട്ടും അതും ഒരു ടാങ്കർ ലോറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് കീഴ്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ, അടിഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സമാനമായ രീതിയിൽ തന്നെയായിരിക്കും രണ്ടും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ ഇപ്പോൾ കഴിയാത്തത്. കാരണം കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് ട്രക്ക് ഈ അർജുൻ്റെ ട്രക്കാണോ ഭാരത് ബെൻസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയൂ എന്നുള്ളതാണ്. കാരണം ഈ കുറച്ചുകൂടി പരിശോധന നടത്തേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഡ്രഡ്ജർ അടക്കമുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നീക്കുന്നുണ്ട്. കാരണം അവിടെ ആഴത്തിലൊരു പരിശോധന തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയുന്നത്. ആ തെരച്ചിലിൽ അവിടെ മണ്ണുമാന്തിയുള്ള തെരച്ചിൽ നടത്തുകയാണെങ്കിൽ അർജുന്റെ ട്രക്കാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരു ടയർ കണ്ടെത്തിയിരിക്കുന്നു. അർജുന്റെ ട്രക്കിന്റെ ടയറാണോ? അവിടുന്ന് ദീപക് മലയമ്മയുണ്ട്. ദീപക്, ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുമ്പോൾ അർജുന്റെ സഹോദരി അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അർജുന്റെ ലോറി ഉടമ മനാഫ് അവിടെയുണ്ട്. മനാഫിന് വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടാൽ ഉറപ്പായും തിരിച്ചറിയാനാകും. ഒരു ടയർ കണ്ടെത്തിയിരിക്കുന്നു, ഒരു ട്രക്ക് തലകീഴായി കിടക്കുന്നു എന്നാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ. പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് ഇവരുടെ പ്രതികരണം? തീർച്ചയായും സ്മൃതി, ആ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. നേരത്തെ ആ ഡ്രഡ്ജർ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അതിപ്പോൾ നീക്കി ഈശ്വർ മാൽപേ പറഞ്ഞിരിക്കുന്ന ആ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ചില സൂചനകളാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. നേരത്തെ തന്നെ ഈശ്വർ മാൽപേ 3 തവണ ഡൈവ് ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ ചില സൂചനകൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ പിന്നീട് ഒരു കൺഫർമേഷൻ എന്നുള്ള നിലയിലേക്ക് ഈശ്വർ മാൽപേ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരിക്കൽ കൂടി ഡൈവ് ചെയ്യും എന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്രയും സമയം വലിയ രീതിയിലുള്ള ഒരു ദൗത്യം അത് നടക്കുമ്പോൾ ഒരു വശത്ത് കൃത്യമായി പറഞ്ഞാൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം സാധ്യമാക്കിയിരുന്നു. അത് നേരത്തെ തന്നെ നേവി മാർക്ക് ചെയ്ത പോയിന്റ് 1, പോയിന്റ് 2 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു അത്തരത്തിലൊരു പരിശോധന നടത്തിയിരുന്നത്. എന്നാൽ അവിടെ നിന്നും ഇന്നലെ മാത്രം ഒരു ലോഹഭാഗം കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ നടത്തിയ പരിശോധനയിലൊന്നും തന്നെ കൃത്യമായ ഒരു വിവരം ലഭിക്കുകയും ചെയ്തില്ല. പക്ഷേ അതിന് പിന്നാലെയാണ് ഈശ്വർ മാൽപേ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തിയിട്ടുള്ളത്. ആ പരിശോധനകൾ നടത്തിയതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ കൃത്യമായ ഒരു വിവരം പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ഇപ്പോൾ AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്നും തിരികെ കയറി വരുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് കൂടി പ്രതികരണം തേടാമെന്ന് കരുതുകയാണ്.
അത്തരത്തിൽ ഒരു കൃത്യമായ സ്ഥിരീകരണം മൽപ്പയുടെ ഭാഗത്ത് നിന്ന് വാങ്ങുക എന്നുള്ളത് തന്നെയാണ് അഷ്റഫ് MLA ഉൾപ്പെടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ മൽപ്പയുമായി സംസാരിക്കുന്നത് നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസിൻ്റെ നിയന്ത്രണം ഒരു ഭാഗത്ത് തുടരുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഡ്രജർ ഉപയോഗിച്ച് അവിടെ മണ്ണ് നീക്കം സാധ്യമാക്കി ആ വാഹനത്തിൻ്റെ ഭാഗം കണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളിപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഇന്ന് തന്നെ അത്തരത്തിൽ സൂചനകൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നേരത്തെ തന്നെ MLA ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പയും സംഘവും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ലോറിയുടെ ഇരുവശങ്ങളിലെയും ടയറുകൾ, ആക്സിൽ പാർട്ടുകൾ എന്നുള്ളതാണ് കൃത്യമായി പറയുകയും ചെയ്യുന്നത്. ബ്രദർ വിഷ്വൽ പറയുകയും ചെയ്തത്. അങ്ങനെ കൃത്യമായ പരിശോധനകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കൂടുതൽ ഡൈവിങ്ങിൻ്റെ സാധ്യതകൾ ആ പ്രദേശത്ത് ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് കിട്ടേണ്ടതുണ്ട്. കാരണം അതിലൊരു കൺഫർമേഷൻ എന്നുള്ള നിലയിലേക്ക് കൂടുതൽ പരിശോധനകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്തായാലും അത്തരത്തിൽ പരിശോധനകളിലേക്ക് പോവുകയാണെങ്കിൽ അത് കണ്ടെത്തിയിരിക്കുന്ന ടയറിൻ്റെ പാർട്ടുകൾ ഉൾപ്പെടെ